ഇപ്പോൾ വിദേശകാര്യ വിഷയങ്ങൾ വരുമ്പോൾ ഇന്ത്യയുടെ വജ്രായുധമായി മാറിയിരിക്കുകയാണ് ശശി തരൂർ. അത് നാം പെഹൽഗാം സമയത്ത് കണ്ടു. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം നിലനിൽക്കുന്ന സമയത്തും അത് കാണുന്നുണ്ടല്ലോ. ഏറ്റവും അവസാനം കൃത്യമായ മറുപടിക്കാണ് ശശി തരൂർ അമേരിക്കയ്ക്ക് നൽകുന്നതല്ലേ? കാലാകാലങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മീഡിയ ഒരു പക്ഷപാതത്തോടുള്ള ഒരു മീഡിയയാണ്. ഒരു പ്രോ ലെഫ്റ്റ്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ചായവോടുകൂടിയാണ് അവരെല്ലാ കാര്യങ്ങളും കാണുന്നതും വിലയിരുത്തുന്നത്. ചില വാർത്തകൾ അവർ തമസ്കരിക്കും, ചില വാർത്തകൾ അവർ സംസ്കരിക്കും. അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും ചില ഭാഗങ്ങൾ മാത്രം എടുത്തിടും എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ ശക്തിയായിട്ട് വന്നതോടെ ഇത്തരം പത്രങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് ഈ വാർത്തകൾ സെൻസർ ചെയ്യുന്നതിനും ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു സാധ്യത കുറഞ്ഞു വരികയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം സൂചിപ്പിച്ച മാതിരി US ട്രഷറി സെക്രട്ടറി ഇന്ത്യയെ പറ്റി പറഞ്ഞൊരു വാക്ക് ഇന്ത്യ റിക്കാൾസിട്രൻ്റ് എന്നാണ്. അതായത് ഇന്ത്യ വഴങ്ങാത്ത, മെരുങ്ങാത്ത, അതായത് അമേരിക്കൻ ടേംസിനനുസരിച്ചിട്ട് മൈലെണ്ണ തേക്കാത്ത ഒരു രാജ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ഇന്ത്യൻ ഒഫീഷ്യൽസ് ഒന്നും കാര്യമായിട്ട് മറുപടി പറഞ്ഞില്ല. അതേസമയം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്യുന്നതിനകത്ത് ശ്രീ ശശി തരൂർ വളരെ ആക്റ്റീവാണ്. എനിക്ക് തോന്നുന്ന മലയാളത്തിലേക്കുള്ള പല മാധ്യമങ്ങൾക്കും ഈ വാക്കിൻ്റെ അർത്ഥം പോലും മനസ്സിലായിട്ടാവില്ല എന്ന് വിചാരിക്കും. കാര്യം ഇവരുടെയൊക്കെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അത് ഇത്തരം നല്ല വാക്കുകളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അങ്ങനെ ആരോ ഇന്ത്യയെ പറ്റി പറഞ്ഞെന്നാണ്. അയാളെ പേര് പോലും പറയാതെയാണ്, വളരെ നികൃഷ്ടമായിട്ടാണ് ശശി തരൂർ അതിനോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് പോലും എടുത്ത് പറയാതെ. ചിലരൊക്കെ പറയുന്നു ഇന്ത്യ ഒരു റിക്കാൾസിട്രൻ്റ് രാജ്യമാണെന്ന്, അത് മെരുങ്ങാത്ത രാജ്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിനെ ഞാനൊരു ബഹുമതിയായിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഞങ്ങളുടെ തൊപ്പിയിൽ ഒരു തൂവലായിട്ട് നിങ്ങൾ വിചാരിച്ചോളി എന്നാണ്. അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന് മുന്നിൽ ഇത്രയും ശക്തമായിട്ടുള്ളൊരു മറുപടി, അത് പേര് പോലും എടുത്ത് പറയാതെ ആരോ പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് കേട്ടോ. അയാൾ അത്രയ്ക്ക്, അതായത് ശശി തരൂരിന് മറുപടി പറയേണ്ടാത്ത അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്ത ഒരാളാണെന്ന് കരുതിയിട്ട് വേണം ആ മറുപടി നമുക്ക് മനസ്സിലാക്കാൻ. ശശി തരൂരിനെ പോലുള്ളവരുടെയൊക്കെ ട്വീറ്റ് വായിക്കുമ്പോഴത്തേക്ക് വരികൾക്ക് ഇടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ നോക്കണം. അതായത് അവരുടെ പേര് പറയാതിരിക്കുക, അവരുടെ അത്രയ്ക്ക് നിസ്സാരരായിട്ട് US ട്രഷറി സെക്രട്ടറി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ അതേ സ്റ്റാച്ചറിൽ വരുന്ന ഒരാളാണ്, അതിന് മേലിൽ വരുന്ന ഒരാളാണ്. പേര് പോലും പറയാതെ വളരെ നികൃഷ്ടമായിട്ട് അയാൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇന്ത്യൻ മീഡിയയിലൊന്നും കാണാത്ത ഒരു പ്രവണതയാണ്. അപ്പോൾ ഈ ബെസൻറ്റിനുള്ളത് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ട്രഷറി സെക്രട്ടറിയാണ് ഇന്ത്യ 2 മാസത്തിനകത്ത് അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് സകല സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് പറയുന്നു. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് ട്രംപ് തീരുമാനിക്കും എന്നൊക്കെ പറയുന്നു. നമ്മൾ ഏതെങ്കിലും ശ്രീലങ്കയോ ബംഗ്ലാദേശോ മാലിദ്വീപ്സോ ഒക്കെ ആണോ, ആ രീതിക്കാണ് അദ്ദേഹം അതിനെ പരാമർശിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ നമ്മുടെ ട്രംപിൻ്റെ കാൽച്ചുകൊണ്ട്, ടേബിൾ എന്നാണ് അങ്ങനെ പറയുന്നതെങ്കിലും അതിൻ്റെ വാച്യാർത്ഥം അദ്ദേഹത്തിൻ്റെ കാൽച്ചുകൊണ്ട് ചെന്ന് വീഴുമെന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു, കാനഡയെ പോലെ ഇന്ത്യ മാപ്പ് പറഞ്ഞ് അമേരിക്കയുടെ ഭാഗത്തേക്ക് വരും, മോദിയുടെ കാര്യം ട്രംപ് തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാനഡയായിട്ട് ഇന്ത്യയെ താരതമ്യം ചെയ്യാൻ അയാൾ അത്രയ്ക്ക് മഠയനാണ്. കാനഡ ഒരു അമേരിക്കൻ ആശ്രിത രാഷ്ട്രമാണ്, അവരുടെ ഒരു ആശ്രിത രാഷ്ട്രമാണ്. അപ്പോൾ കാനഡയ്ക്കുള്ള റിസോഴ്സസും കാനഡയ്ക്കുള്ള പവറും കാനഡയ്ക്കുള്ള എക്കണോമിയൊന്നും അല്ല ഇന്ത്യയുടെ. അദ്ദേഹം ഇപ്പോഴും ഒരു 50 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യയാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ എന്തായാലും ബഹിരാകാശത്ത് നിന്ന് പശുവിന് പുല്ല് കൊടുക്കുന്ന ഇതൊക്കെയാണ് കണ്ട ഒരു ചരിത്രം അമേരിക്കയ്ക്കുണ്ട്. ആ അമേരിക്കയുടെ നാസയാണ് ഇന്ത്യയുടെ ISRO ആയിട്ട് പല കാര്യങ്ങൾക്കും ധാരണാപത്രങ്ങൾ ഒപ്പിട്ട് പാർട്ണർഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കൺസെപ്റ്റിലുള്ള ഇന്ത്യ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് പലർക്കും ഇന്ത്യയുടെ വളർച്ച അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, അവർക്ക് നമ്മളുടേതായിട്ടുള്ള നമ്മളെ ചന്ദ്രയാൻ്റെ കംപ്ലീറ്റ് ടെക്നോളജി അവർക്ക് വേണം, നമ്മുടെ ടെക്നോളജി അവർക്ക് വേണം. നാസയിലെ ഏകദേശം 40% കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യക്കാരാണ്. നാസയുടെ തന്നെ അവരുടെ ഡിഫൻസ് മിനിസ്ട്രിയിലെ വളരെ വലിയ സീനിയർ ആയിട്ടുള്ള അഡ്വൈസേഴ്സ് മുഴുവൻ ഇന്ത്യക്കാരാണ്.
അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ ഏകദേശം 40% ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിശയമൊന്നുമില്ല. ഈ നമ്മളെ ഈ സായിപ്പന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നവർക്ക് അവർക്ക് ഇത്ര വലിയ വിവരവും വലിയ ഇതൊന്നും ഉണ്ടായെന്നല്ല. അവർക്ക് കുറച്ച് പൈസയുടെ ഹുങ്കോ അഹങ്കാരം. ഇപ്പം നമ്മൾ തന്നെ കാണുന്നു 50 അല്ലെങ്കിൽ 60 വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ബ്രിട്ടനാണോ ഇന്നത്തെ ബ്രിട്ടൻ? അമേരിക്കയിൽ നിന്ന് അവരുടെ രണ്ടാംകിട വിമാനങ്ങൾ വാങ്ങുന്ന രാജ്യമായിട്ട് ബ്രിട്ടൻ അതപ്പതിച്ചെങ്കിൽ അതവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? അമേരിക്കയൊക്കെ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഗ്രേഡ് ഉപകരണങ്ങളല്ല അവർ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നത്. അവർ സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡും ഒക്കെ കൊടുക്കുന്നത്. ഇന്ത്യ ചൈന എങ്ങനെയാണോ പാകിസ്ഥാനെ കാണുന്നത് അതേ രീതിയിലാണ് അമേരിക്ക അവരുടെ സഖ്യരാജ്യങ്ങളായ ബ്രിട്ടനെയും ജർമ്മനിയൊക്കെ കാണുന്നത്, ജപ്പാനെയൊക്കെ കാണുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സാമ്രാജ്യത്തെ രീതി, ഒരു അധീശത്വം ഇപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിൽ ശശി തരൂർ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം നമുക്ക് മനസ്സിലാവുള്ളൂ. മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഷാർപ്പായിട്ട് തോന്നിട്ടില്ല. അൻവറിൻ്റെ അനാവശ്യമായിട്ടുള്ളതും അസമയത്തുള്ളതും യുക്തിരഹിതവും എന്നൊക്കെയാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പം അവരെപ്പോലുള്ളവർക്ക് അമേരിക്കൻ സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ മിനിസ്റ്ററുടെ അതേ പദവിയുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഇന്ത്യയിൽ വെറും ഒരു MP ആണ് മറുപടി കൊടുക്കുന്നതെന്നുള്ളത് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഇവിടത്തുള്ള ചില പത്രങ്ങളൊന്നും കൊടുക്കുന്നില്ലായിരിക്കും, പക്ഷേ വാഷിങ്ടൺ പോസ്റ്റ് പോലുള്ള പത്രങ്ങൾ അതൊക്കെ മുൻ പേജിലാണ് ആ മറുപടി കൊടുത്തത്. അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്കകത്ത് തന്നെ ട്രംപിൻ്റെ പോളിസിക്കെതിരായിട്ടുള്ള ഒരു വലിയ വിദ്വേഷം പതഞ്ഞു പോകുന്നുണ്ട്. അതായത് ഈ രീതികൾ, അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ അതീശത്വം നല്ലതാണ് അമേരിക്കക്കാർ സമ്മതിക്കുന്നത്, പക്ഷേ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡിപ്ലോമസിയിലേക്കാണ്. അത് ട്രംപിൻ്റെ നയമാണോ അതോ അമേരിക്കയുടെ നയമാണോ? ഇത് ഈ ട്രംപിൻ്റെ രണ്ടാം ടെന്യൂറിൽ നമ്മൾ കാണുന്ന ഒരു വ്യതിയാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് ഒരു പ്രോ ലെഫ്റ്റ് ഗവൺമെൻറ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹം വന്നപ്പോഴത്തേക്ക് ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് ട്രംപിൻ്റെ രണ്ടാം വരവിനെ കണ്ടത്. ഇന്ത്യയുടെ വോട്ടേഴ്സ്, ഇന്ത്യക്കാരായ അമേരിക്കൻ വോട്ടേഴ്സ് മുഴുവൻ ട്രംപിനെ വളരെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്തു. കാര്യം മോദിയും ട്രംപുമായിട്ടുള്ള കെമിസ്ട്രിയെ പറ്റിയിട്ട് അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. മോദി ചെല്ലുമ്പോഴത്തേക്ക് മുഴുവൻ മോദി മോദി വിളികൾ കൊണ്ട് അമേരിക്ക മുഖരിതമാകാറുണ്ട്. പക്ഷെ ആ ഒരു മോദിയെ വളരെ നികൃഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്തതിൽ അമേരിക്കയിൽ ഇന്ത്യൻ സമൂഹത്തിനിടയ്ക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട്. അമേരിക്കയുടെ തന്നെ അഡ്മിനിസ്ട്രേഷനിൽ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളോട് യോജിക്കാത്ത പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുള്ള ഒരുപാട് സെനറ്റർമാരുമുണ്ട്. അവരെല്ലാം അവരുടേതായ രീതികളിൽ അത് അവരുടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസിഡന്റിനെതിരായിട്ടൊരു ഇംപീച്ച്മെന്റ് പ്രമേയം പോലും അവിടെ കുക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അല്ല, ഇന്ത്യയിലെ മാധ്യമങ്ങൾ നൽകുന്നത് നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ മീഡിയയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു ജനിതക സ്വഭാവം. നെഹ്റുവിൻ്റെ കാലത്തെ ഒരു മീഡിയയാണ്. റൊമീല ടാപ്പറുടെ ഹിസ്റ്ററിയും ചിലരുടെയൊക്കെ അവർക്ക് ഒരു പ്രത്യേക അജണ്ട വച്ചിട്ട് അവർ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. അവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ കൂടെ നമ്മൾ നേതാക്കൾ പൊയ്ക്കൊള്ളണം എന്നുള്ള ഒരു രീതിക്കാണ് അവരതിനെ കാണുന്നത്. അതുമല്ല, ഇന്ത്യയും ഇസ്രായേലുമായിട്ട് അടുത്ത ഒരു രീതിയുണ്ട്. ഇന്ത്യയും അമേരിക്കയായിട്ട് നല്ല ബന്ധത്തിലല്ലാതിരുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ യുദ്ധം വരുന്നത്, നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള. ആ സമയത്ത് അമേരിക്കയുടെ ഗ്രീൻ സിഗ്നലിലൊന്നും കാത്തു നിൽക്കാതെ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് ആവശ്യമായുള്ള സെൻസേഴ്സും മിസൈൽ സെൻസേഴ്സും മറ്റ് ഉപകരണങ്ങളും എല്ലാം ഇസ്രായേൽ ഒരു ലോഭവും കൂടാതെ ഇന്ത്യക്ക് നൽകി. അമേരിക്കയ്ക്ക് അതൊന്നും അത്രയ്ക്ക് പിടിച്ച കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇസ്രായേൽ കുറച്ചു നാളെ ഈ അമേരിക്ക സ്വന്തം സൗഹൃദ രാജ്യങ്ങളുമായി തന്നെ ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ബുദ്ധിഭ്രമം സംഭവിച്ചോ എന്ന് പോലും ആൾക്കാർക്ക് സംശയമുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി അദ്ദേഹം പലപ്പോഴും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 6 മാസം കൊണ്ട് 6 യുദ്ധം നിർത്തിയെന്ന് പറയുന്നുണ്ട്, എനിക്ക് നോബൽ സമ്മാനം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് തികച്ചും ബാലിശമായ, എനിക്ക് തോന്നുന്ന ബുദ്ധിഭ്രമം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവിടെ അമേരിക്കക്കാർക്ക് തന്നെ സംശയമുണ്ട്. എന്തായാലും ഒരു നല്ല ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോക ഡിപ്ലോമസിയിലൊക്കെ ഏറ്റവും ഒരു മേളിലൊരു റാങ്കിങ്ങിൽ നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് താഴാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം ചില ജൽപ്പനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.